നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായക നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. മോചനത്തിനായുള്ള കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് ഏവരും. നോർത്ത് യമനിലാണ് അടിയന്തര യോഗം ചേർന്നത്. ഷെയ്ഖ് ഹബീബ് ഒമറിന്റെ പ്രതിനിധി വഴിയാണ് ഇപ്പോൾ ഇടപെടൽ നടക്കുന്നത്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ചർച്ച നടക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വളരെ കുറച്ച് സമയമേ നിമിഷയുടെ കാര്യത്തിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ നടപടികൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇന്ന് കോടതിയിൽ കേന്ദ്രം അറിയിച്ചത് അവർക്ക് ഇടപെടാൻ പരിമിതിയുണ്ട് എന്നാണ്. കാന്തപുരം വഴിയുള്ള ഇടപെടൽ, ആ തരത്തിലുള്ള ഒരു മതപരമായ ഇടപെടൽ ഏത് ഘട്ടത്തിലാണുള്ളത്? ശ്രീജ, അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കാരണം മറ്റന്നാൾ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് യമൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. അതുമുതലാണ് വലിയ ആശങ്കയുടെ നിമിഷങ്ങൾ ആരംഭിച്ചത്. പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ കാന്തപുരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മതപണ്ഡിതനുമായി കാന്തപുരം ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നോർത്ത് യമനിലാണ് ഇപ്പോൾ ആ കുടുംബവുമായുള്ള ചർച്ച നടക്കുന്നത്. തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ച നടക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. ദയാധനം സ്വീകരിക്കാൻ ഇതുവരെ കുടുംബം തയ്യാറായിട്ടില്ല. ചില ഓഫറുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ പ്രധാനം ചില ശസ്ത്രക്രിയകൾ ഈ രാജ്യത്തിന് ഈ ദയാദിനം എന്നതിനപ്പുറത്തേക്ക് യമനുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ ചില ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാമെന്ന ഉറപ്പുകൾ നൽകി. വലിയ ചിലവേറിയ ചില ശസ്ത്രക്രിയകൾ, അതോടൊപ്പം തന്നെ ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ജോലി തുടങ്ങി ഈ ദയാദനത്തിനപ്പുറത്തേക്കുള്ള ചില വാഗ്ദാനങ്ങൾ കൂടി വെച്ചിരുന്നു. നമുക്ക് അറിയാം, നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു ഏകോപനം നടത്തിയിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വദേശിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് അവിടെ ഡിസ്കഷൻ നടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്, അതിൽ വലിയ ആശയക്കുഴപ്പം, ആശങ്കയുണ്ട് എന്ന കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സർക്കാർ എന്തായിരുന്നാലും വധശിക്ഷയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. അടിയന്തര ഇടപെടലാണ് ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മോചനത്തിന് വേണ്ടി നേരത്തെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. അവരുടെ ഹർജിയും നേരത്തെ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തി. പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന കാര്യമാണ്. നേരത്തെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഈ പണം നൽകാൻ തയ്യാറായിട്ട് കൂടി അവർ അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും കാന്തപുരം വഴിയുള്ള ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് നാട് വെച്ച് പുലർത്തുന്നത്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.